വണ്ടി മൊത്തം ചെളിയാണ്. തുടങ്ങല്ലേ. ഹലോ എവരിവൺ, വെൽക്കം ടു ഗെറ്റ് മൈ വിൽ ഷോ പാർട്ട് ബൈ ഫിയൽ ഇൻഫെക്റ്റഡ് മീഡിയ. ഇന്ന് പുതിയൊരു ദിവസം പുതിയൊരു വാഹനമായിട്ട് അല്ല, വീണ്ടും പഴയൊരു വാഹനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 2021 മോഡൽ മാരുതിയുടെ വിറ്റാര ബ്രസ. പുതിയ മോഡൽ വരുന്നവരെ അതേ വിറ്റാര ബ്രസ എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഏറ്റവും പുതിയ മോഡലാണ് ബ്രസ എന്ന് പറയുന്നത്. സോ പഴയ മുഖം, പഴയ വിറ്റാര ബ്രസയായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ വണ്ടിയിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്, എഞ്ചിൻ കോഡ് എന്ന് പറയുന്നത് K15B എന്നായിരുന്നു. നിലവിലുള്ളത് K15C ആണ്. സോ ഈ വാഹനത്തെക്കുറിച്ച് പലരും പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്ക് പറയാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇതെൻ്റെ വീട്ടിലത്തെ വണ്ടിയാണ്. എൻ്റെ അപ്പൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഏകദേശം 30,000 കിലോമീറ്ററായി. ഞങ്ങൾ 2 വർഷം കൊണ്ട് 30,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. റീസെൻ്റ്ലി 31,000 കിലോമീറ്റർ കഴിഞ്ഞതിൻ്റെയാണ് ഈ ചെളിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ആ ചെളിയും കാര്യങ്ങളൊന്നും മാറ്റാണ്ട് ഡയറക്റ്റ് നമ്മൾ ഷൂട്ടിന് വന്നിട്ട് പോവുകയാണ്. അത്രയും തിരക്കിട്ടെടുക്കുന്ന ഒരു ഷൂട്ടാണ്. സോ ഇതിനെക്കുറിച്ച് മറ്റാരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വൺസ് അഗൈൻ വെൽക്കം ടു ഗെറ്റ് മൈ വിൽ ഷോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. വിറ്റാര ബ്രസ എന്നാണ് ഈ വാഹനത്തിൻ്റെ പേരെങ്കിലും ഇത് നമ്മളെ പഴയ ഗ്രാൻഡ് വിറ്റാരയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഐക്കോണിക് മോഡലായിരുന്നുണ്ടായിരുന്ന ഗ്രാൻഡ് വിറ്റാരയായിട്ട് ഒരു ബന്ധവും ഇതിനുണ്ടായിരുന്നില്ല. ഇതൊരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വന്നിരുന്ന ഒരു വാഹനമാണ്. സബ് 4 മീറ്റർ കാറ്റഗറിയിൽ. ഈ സെഗ്മെൻറ്റിൽ ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് വന്നുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് നമുക്കന്ന് നെക്സോൺ ഉണ്ടായിരുന്നു, XUV 300 ഉണ്ടായിരുന്നു. ഇത് രണ്ടുമായിരുന്നു ഇതിൻ്റെ മേജർ കോമ്പറ്റീറ്റേഴ്സ്. വേറെ ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ ഇത് രണ്ടുമായിരുന്നു ഈ ഒരു വാഹനത്തിന് പകരമായിട്ട് പരിഗണിച്ചിരുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ റിറ്റ്സ് ആയിരുന്നു. നമ്മളെ വിശ്വവിഖ്യാതമായ റിറ്റ്സ്. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫിയറ്റിൻ്റെ വിഖ്യാതമായ 1.3 മൾട്ടി ജെറ്റ് എഞ്ചിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫ്യൂൽ എഫിഷ്യൻസി, ടോർക്കിന് ടോർക്ക്, പെർഫോമൻസിന് പെർഫോമൻസ്, അങ്ങനെ റിലയബിലിറ്റി, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സൽ എഞ്ചിനായിരുന്നു. അത് നമ്മളൊരു നാഷണൽ എഞ്ചിൻ സെറ്റപ്പും ആയിരുന്നു. സോ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1,20,000 കിലോമീറ്ററോളം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വിറ്റാര ബ്രസയിലേക്ക്, പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ഇതിലേക്കായിരുന്നു നമുക്ക് അപ്ഗ്രേഡ് ഉണ്ടായിരുന്നത്. ആ ഒരു അപ്ഗ്രേഡ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അന്ന് ഡീസൽ എൻജിൻസ് 2021 ഈ അപ്ഡേറ്റ് നടത്തുന്നത്. ആ സമയത്ത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഡീസൽ എൻജിൻസ് എന്ന് പറയുന്നത് ഒന്ന് 1.5 ലിറ്റർ ടർബോ ഡീസൽ വരുന്ന നെക്സോണിൽ വന്നിരുന്ന ഒരു ഡീസൽ എൻജിനും, പിന്നീട് നമ്മളെ XUV 300 വന്നിരുന്ന ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രണ്ട് വാഹനങ്ങൾക്കും അപ്പുറത്തെ സൈഡ് ഈക്വലൻ്റ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻസും അവൈലബിൾ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മറ്റു രണ്ട് വാഹനങ്ങളിൽ നിന്ന് 1.2 ലിറ്ററിൻ്റെ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് വെച്ചാൽ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള 5 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്ന ഒരു പെട്രോൾ എഞ്ചിനായിരുന്നു. 2020 ഏപ്രിലോടുകൂടി BS6 എമിഷൻ നോംസ് പ്രാബല്യത്തിൽ വന്നതോടുകൂടി മാരുതി സുസുക്കി അവരുടെ ഡീസൽ എഞ്ചിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2019 നമ്മളെ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ ഡീസൽ എഞ്ചിൻസ് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ഡീസൽ എഞ്ചിൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് പിന്നീട് അങ്ങോട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരുന്നു. നമ്മൾ ഒരു മാരുതിയുടെ വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ധാരണകളുണ്ട്. ഒന്നാമത്തെ കേസ്, മാരുതിയുടെ വണ്ടിയല്ലേ, അതിന് നല്ല മൈലേജ് ഉണ്ടാകും. സോ അതായിരുന്നു ഈ വാഹനമായിട്ടുള്ള നമുക്ക് വന്ന ആദ്യത്തെ ഒരു ഒരു ക്ലാഷ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, മാരുതിയുടെ വണ്ടിയല്ലേ, ഈ വാഹനം സേഫ്റ്റി ഉണ്ടാവുമോ, മാരുതിയുടെ വാഹനം സേഫ് ആകുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെയും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ മാരുതിയുടെ വാഹനം എന്ന് പറയുന്ന സമയത്ത് അതിന് സേഫ്റ്റി കുറവാണ് എന്നൊരു ധാരണ മൊത്തത്തിൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇതിന് ഗ്ലോബൽ എൻക്യാപ് ടെസ്റ്റിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ആദ്യത്തെ 10 വാഹനങ്ങളിൽ ഒരു വാഹനം ഈ മാരുതി സുസുക്കിൻ്റെ ബ്രസയായിരുന്നു. മാരുതി സുസുക്കിയുടെ ലൈനപ്പിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാറായിരുന്നു മാരുതി സുസുക്കി ബ്രസ എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്ന നെക്സോണിലും അതുപോലെ XUV 300 ഈ പറയുന്ന സേഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര വലിയ മാറ്ററായിരുന്നു. കാരണം ഈ രണ്ട് വാഹനങ്ങളും സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. ഞാൻ പറഞ്ഞ ഈ ഒരു എൻജിൻ K15B എന്ന് പറയുന്ന ഈ എൻജിൻ നമ്മളെ എസ് ക്രോസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ സിയാസിൽ ഇവരുടെ സെഡാനായിട്ടുള്ള, ഇപ്പോൾ നിലവിൽ ഒരേ ഒരു സെഡാനായിട്ട് ഇവർക്ക് ഉണ്ടായിരുന്ന സിയാസിലും ഇതേ സെയിം എൻജിൻ തന്നെയായിരുന്നു. ഞാൻ ഈ 3 വാഹനങ്ങളും ഓടിച്ച സമയത്ത് ഈ ഒരു വണ്ടീനെക്കാട്ടിലും ബ്രസേനെക്കാട്ടിലും ഒരു കുറച്ചുകൂടി എന്തൂസിയാസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ, കുറച്ചുകൂടി ഒരു ഓടിക്കാറൊക്കെ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമായിരുന്നു എസ് ക്രോസും സിയാസും. സെഡാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ സിയാസ് ഒരു നല്ല വണ്ടിയായിരുന്നു. പിന്നെ കുറച്ചുകൂടി ഇതിൻ്റെ മാതിരി സബ് 4 മീറ്റർ അല്ല, കുറച്ചുകൂടി പ്രൊപ്പോർഷൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടി വലിയൊരു വാഹനം, കുറച്ചുകൂടി സ്പേസും കാര്യങ്ങളും ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എസ് ക്രോസും ഒരു നല്ല ഓപ്ഷനായിരുന്നു. എന്തൊക്കെ ആയിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ ബ്രസ് ചൂസ് ചെയ്തു എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. സോ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, റിറ്റ്സ് ആയിരുന്നു നമ്മൾ ഇതിനു മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം എന്ന് പറയുന്നത്. ആ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വാഗണർ, റിറ്റ്സ്, ഈ വാഹനങ്ങളൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ടോൾ ബോയ് സ്ട്രക്ചറിൽ വരുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഈ രണ്ട് പറയുന്ന വാഹനങ്ങൾക്കെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും കൂടുതലായിരിക്കും. ആ ഒരൊറ്റ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ബ്രഷ ആ കാര്യത്തിൽ വളരെ മികച്ചതാണ്. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതാണ് ഈ സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകതയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിയാസ് വളരെ നല്ലതായിരുന്നു ഓടിക്കാൻ. സിയാസിൽ സ്പേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സിയാസ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ്. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന കാര്യം നമുക്കൊരു മാറ്ററായിരുന്നു. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫാദറാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂപ്പരാണെന്നുണ്ടെങ്കിൽ മലയോര മേഖലയിൽ കൂടെയും അത്യാവശ്യം ഓഫ് റോഡ് എന്ന് പറയുന്നത് മോശം റോഡുകളിലൂടെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അത്യാവശ്യം മലകളോ കുന്നോ ഒക്കെ കാണാൻ അതിൻ്റെ മുകളിലൊക്കെ കൂടി ഓടിച്ച് കയറ്റുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഈ റിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം റിറ്റ്സിൽ അങ്ങനെ അടി തട്ടുന്ന കാര്യങ്ങളോ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ബ്രഷ് എടുക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമായിരുന്നു. ആ കാര്യത്തിൽ നല്ല പ്ലസ് പോയിൻ്റ് ആയിരുന്നു ബ്രഷയ്ക്ക് പറയാനുണ്ടായിരുന്നത്. പിന്നെ എസ് ക്രോസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ എസ് ക്രോസിലുള്ള എല്ലാ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെ ഈ വാഹനത്തിലും വരുമായിരുന്നു. റിയർ AC വെൻറ്റ് വരുന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൽ റിയർ AC വെൻറ്റ് ടോപ്പ് സ്പെക്ക് വാഹനത്തിലും റിയർ AC വെൻറ്റ്സ് വരുന്നില്ല. സോ ഇത് ZXi പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ്. ഇതിലും റിയർ AC വെൻറ്റ്സും കാര്യങ്ങളും വരുന്നില്ല. സ്റ്റിൽ അതിനകത്തുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും അതിനേക്കാൾ കുറച്ചുകൂടി സേഫ്റ്റിയും ഒക്കെ നൽകുന്ന ഒരു വാഹനമായിരുന്നു ബ്രസ. എൻഡ് ഓഫ് ദി ഡേ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന വാഹനമായിരുന്നു. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് പോലും 11 ലക്ഷം റേഞ്ചിൽ മാത്രമായിരുന്നു വില ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത്. ഇനി ഇതിൻ്റെ എൻജിൻ പെർഫോമൻസ് ആൻഡ് നമ്മളെ ഫ്യൂൽ എഫിഷ്യൻസിയിലേക്ക് വരാം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അന്ന് ആ കാലത്ത് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് എൻ്റെ പാരൻസിനും എൻ്റെ അപ്പനും ഒരു ധാരണ ഉണ്ടായിരുന്നു, മാരുതിയുടെ വാഹനമല്ലേ, അതുകൊണ്ട് നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും, നല്ല മൈലേജും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു നമ്മളെ കുറച്ചധികം ഡിസപ്പോയിൻറ്റഡ് ആയി പോയത് ഈ വാഹനമായിട്ട്. ഞാൻ പറഞ്ഞു റിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിവിടെ ലോക്കലായിട്ടുള്ള ഡ്രൈവിംഗ്, നമ്മളെ ഡെയിലി ഡ്രൈവിംഗ് പേർപ്പസുള്ള സിറ്റി യൂസ് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഏറ്റവും വേസ്റ്റ് കേസിൽ അത് 16 കിട്ടിയിട്ടുള്ളൂ. അതിലും താഴ്ന്ന ഫ്യൂൽ എഫിഷ്യൻസി ആ വാഹനത്തിന് ഒരിക്കലും വന്നിട്ടില്ല. സോ അത്രയും കിട്ടിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് നമ്മൾ ഈ വാഹനത്തിലേക്ക് മാറി വരുന്ന സമയത്ത് ഇതേ സെയിം പർപ്പസുകൾക്ക് കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് സിംഗിൾ ഡിജിറ്റ് നമ്പറിലായിരുന്നു ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി വന്നുകൊണ്ടിരുന്നത്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഷോക്കിംഗ് ആയിരുന്നു. അതുമായിട്ട് പൊരുത്തപ്പെടാനും ഒരല്പം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഇതിൻ്റെ ഡാഷ്ബോർഡിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വളരെ കൃത്യമായിട്ട് അത് കാണിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ അത് കാണിക്കുന്നത് നോക്കണ്ട, മീറ്ററിൽ കാണിക്കുന്നത് നോക്കണ്ട, പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനുള്ള മറുപടി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്രോൾ അടിക്കുന്ന സമയത്തും വ്യക്തമായിട്ട് അറിയാനുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ലോങ് ഓടുന്ന സമയത്ത് ഈ വണ്ടിയായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടൈക്കനാലായാലും ഊട്ടി ആയാലും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ വണ്ടി പോയിട്ടുണ്ട്. ഫ്യൂൽ എഫിഷ്യൻസി ലോക്കൽ യൂസിൽ ലേശം കുറവാണെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് ഒരിക്കലും ലോങ് പോകാണ്ടിരുന്നിട്ടില്ല. കൊടുജാദ്രിയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ വണ്ടി ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഓടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഈ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മിക്സ്ഡ് ക്യാരക്ടർ ഈ ഒരു കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് എത്ര ദൂരം പിന്നിട്ട് കഴിഞ്ഞാലും നിങ്ങളൊരു 80+ ഒക്കെ പിടിച്ചാലും 70-80 സ്പീഡിൽ പിടിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡീസൽ വാഹനങ്ങൾ പഴയ 1.5 വാഹനങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന 20+ എന്ന് പറയുന്ന ഡീസൽ അത്രയും ഫ്യൂൽ എഫിഷ്യൻസി ഫിഗറോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കിട്ടത്തില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, സ്ഥിരമായി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ അതായിരുന്നു നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യത്തിൽ ഈ വാഹനമായിട്ട് വന്നിരുന്ന ഒരു എന്താ തിരിച്ചറിവും ഒരു കണ്ടെത്തലും എന്നൊക്കെ വേണം പറയാം. പിന്നെ ഈ വാഹനം ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നതാണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസും അതിൻ്റെ അകത്ത് ലഗേജും കാര്യങ്ങളെല്ലാം പോകും. കാരണം നമ്മളെപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്.
സോ എപ്പോഴും 4 പേര് 5 പേരൊക്കെ വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. സോ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുപോലെ ഇതിനകത്ത് കയറാനും ഇറങ്ങാനും ഉള്ള സുഖം എന്ന് പറയുന്നതും പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര സുഖകരമായിരുന്നു. പിന്നെ ഈ ഒരു ജനറേഷൻ ബ്രസയ്ക്ക് ഉണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതേ സാധനം തന്നെ റീബാഡ്ജഡ് ആയിട്ട് ടൊയോട്ട അർബൻ ക്രൂസർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ജനറേഷൻ അർബൻ ക്രൂസറായിട്ട് വന്നുകൊണ്ടിരുന്നത് ഈ സെയിം വാഹനം തന്നെയായിരുന്നു. അതിന് പ്രിയോൺ മാർക്കറ്റിൽ കുറച്ചുകൂടി ഒരു ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ്. സോ ഒരല്പം പ്രൈസ് കുറഞ്ഞിട്ട് സെയിം ഫീച്ചേഴ്സുള്ള അതിൻ്റെ അതേ സെയിം ഫീച്ചേഴ്സുള്ള വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് ബ്രസ്സ ആയിരിക്കാം, മാരുതി സുസുക്കി ബ്രസ്സ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ബമ്പേഴ്സ്, അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് പേഴ്സണലി എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അർബൻ ക്രൂസറിൻ്റെ ആ സ്റ്റൈലിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ജനറേഷൻ ഇപ്പോൾ വന്ന സമയത്ത് അർബൻ ക്രൂസർ നമ്മൾ ബ്രസ്സയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ടൊയോട്ട വാഹനം അവിടെ ഇല്ല. പകരം അവരത് മുകളിലേക്ക് പോയിട്ട് അർബൻ ക്രൂസർ ലൈക്ക് അർബൻ ക്രൂസർ ഹൈ റൈഡർ എന്ന് പറയുന്ന നമ്മളിപ്പുറത്ത് ഗ്രാൻഡ് വിറ്റാര ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന ഹൈബ്രിഡ് വാഹനമായിട്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മളെ മാരുതിൻ്റെ ലൈനപ്പിൽ എസ് ക്രോസ് ഇല്ലെന്താനും. സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും. ഇനി ഇതിൻ്റെ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കുറേ നേരമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും 1.5 ലിറ്റർ K15B എന്ന് പറയുന്ന എഞ്ചിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എഞ്ചിൻ ബേയിലേക്ക് വരുന്ന സമയത്ത് പൂച്ചക്കൊക്കെ കയറി കിടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇതിന് പ്രത്യേകത വെച്ചാൽ എക്സ്ട്രീംലി റിഫൈൻഡ് ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള നിങ്ങൾ എങ്ങനെയൊക്കെ കാലം എടുത്തത് വെച്ചുകൊണ്ടിരുന്നാലും അത് വളരെ കൂളായിട്ട് റവ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. ഈ ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെ മിക്സ്ഡ് റിസൾട്ട്സ് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈവേ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കണം. സോ എന്തായാലും എനിക്ക് അവിടെ അങ്ങനത്തെ ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇച്ചിരി ഡിസപ്പോയിൻമെൻറ്റ് വന്നു. മിക്സ്ഡ് ആയിട്ടുള്ള പിന്നെ റിസൾട്ട്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു എന്നതൊഴിച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഭയങ്കര നൈസാണ്. ഇത് K15B എന്ന് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് വന്നിട്ട് K15C എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേര് അങ്ങനെ തന്നെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ K15C വന്ന സമയത്ത്, അത് കഴിഞ്ഞ് ഇതിൻ്റെ സെക്കൻഡ് ജനറേഷനായിട്ട് വരുന്നത്, ഇതിൻ്റെ അടുത്ത ജനറേഷനായിട്ടുള്ള നോർമൽ ബ്രസ്സ വരുന്ന സമയത്ത്, മാരുതി ബ്രസ്സ വന്ന സമയത്ത് ഈ വണ്ടിക്കുള്ള അത്രയും ആ ലോ എൻഡിലുള്ള ഒരു എടുത്തുപോക്കുണ്ട്. ഒരു ടോർക്കിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് പോലെ, കുറച്ചുകൂടി ഒന്ന് മൈൽഡായ പോലെ, കുറച്ചുകൂടി ഒന്ന് ലീനിയർ ആയ പോലെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അത് കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടി ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആയിരിക്കാം. പക്ഷേ എന്നാലും ഒരു തവണ ഹൈദരാബാദ് പോയ സമയത്ത് എനിക്ക് ആ വണ്ടിക്ക് ഒരു 14-15 ആ റേഞ്ചിൽ എനിക്ക് അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ അത്യാവശ്യം 3 ഡിജിറ്റ് സ്പീഡിലും ഒക്കെ വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. സോ അങ്ങനെ ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഒരു വ്യത്യാസം വരുത്തിയതാണ് എന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. പിന്നെ ഇതിൽ മെയ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ആ ട്രാൻസ്മിഷനും വളരെ നല്ലതാണ്. ഇതിൻ്റെ കോമ്പറ്റീഷൻ വേറൊരു വാഹനം, അതിൻ്റെ പേരെടുത്ത് ഞാൻ പറയത്തില്ല. അതിൻ്റെ ഗിയർ ബോക്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്, അതിൻ്റെ ഗിയർ ബോക്സ് എന്നൊക്കെ പറയുന്ന ഗിയറൊക്കെ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ലോറിക്കൊക്കെ ഇടുന്ന പോലെ ഇങ്ങനെ ആട്ടിയൊക്കെ ഇടേണ്ട ഗിയർ ബോക്സൊക്കെ ഉള്ള വണ്ടിയൊക്കെ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ കാര്യത്തിലൊക്കെ പക്കയാണ് മാരുതി എന്ന് പറയുന്നത്. പിന്നീടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ. നമ്മൾ ഇപ്പോൾ മൂന്നാമത്തെ വണ്ടിയാണ് വീട്ടിൽ ഫാദറിന് വേണ്ടി എടുക്കുന്ന, വീട്ടിലേക്ക് വേണ്ടി എടുക്കുന്ന മൂന്നാമത്തെ വണ്ടിയാണ്. ഈ 3 വാഹനങ്ങൾ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് മാരുതിയുടെ പോപ്പുലറിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇവരുടെ ഭാഗത്തുള്ള സർവീസോ അല്ലെങ്കിൽ ഇവരുടെ ആഫ്റ്റർ സെയിൽ സർവീസോ കാര്യങ്ങളോ എല്ലാം പക്കയാണ്. നമ്മൾ എനി ഡേ വീണ്ടും അവിടെ പോയി വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള സർവീസസും കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇവർ സർവീസിൻ്റെ സമയമാകുന്ന സമയത്ത് നമ്മളെ കറക്റ്റ് ഓർമ്മിപ്പിച്ച് വീട്ടിൽ വന്ന് വണ്ടി എടുത്തു പോയി എല്ലാം ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയും അവർക്കുണ്ട്. സോ ആ കാര്യത്തിലൊക്കെ മാരുതിൻ്റെ കാര്യത്തിൽ നമ്മളെന്നും സാറ്റിസ്ഫൈഡ് ആണ്. മാരുതി എടുക്കുന്ന ഏതൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആയി, ഈ ഇന്ത്യയിൽ എവിടെയും സർവീസുകൾ കിട്ടും. ഇന്ത്യയിൽ ഏത് ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടേ കാണിച്ചു തരാം, അയാൾക്ക് ഇതിനൊരു സൊല്യൂഷനും കാര്യങ്ങളും നൽകാൻ സാധിക്കും. വണ്ടികൾ അങ്ങനെ ഇങ്ങനെ ഒന്നും നിങ്ങളെ വഴി കടത്തത്തില്ല എന്നുള്ളതാണ്. ഈ വാഹനത്തിന് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം നല്ല ഗ്ലാസ് ഏരിയ കാര്യങ്ങളുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ബോണ്ടൊക്കെ കാണാം, ഏത് സൈഡിൽ കൂടെ ഏത് മൂലം കൂടെ വണ്ടി പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വിസിബിൾ ആവും. പക്ഷേ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെക്സോണിൻ്റെ കേസ് പറയാമെന്നുണ്ടെങ്കിൽ നെക്സോണിലിരിക്കുന്ന സമയത്ത് നമുക്ക്
കുറച്ചുകൂടി ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന പോലെ കുറച്ചുകൂടി ഒരു എസ് യു വി തോന്നൽ ആ നെക്സോൺ നൽകുമായിരുന്നു. പുതിയ നെക്സോണിൻ്റെ മറ്റേ ഇലുമിനേറ്റഡ് ലോഗമൊന്നും എനിക്കിഷ്ടമില്ല. അല്ലാതെ അതിന് മുന്നത്തെ കേസിലാണ് ഞാൻ പറയുന്നത്. ആ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആ ഒരു വണ്ടിയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും കുറച്ചുകൂടി ഡോമിനേറ്റിംഗ് ആയിരുന്നു. അതുപോലെ അതിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളായിരുന്നു. ഒരു കോമ്പറ്റീറ്റേഴ്സിലൊക്കെ ഡിജിറ്റൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനകത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. സെൻറ്റർ കൺസോളിൽ ഒരു ചെറിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി, ട്രിപ്പ്, അങ്ങനത്തെ ഓഡോമീറ്റർ റീഡിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുമായിരുന്നു. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സെഗ്മെൻറ്റിലെ ഒരു പക്ഷേ ഏറ്റവും ബേസിക് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഏറ്റവും ബേസിക്കായിട്ടുണ്ടായിരുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ അപ്ഡേറ്റ് വന്നപ്പോൾ അതിലൊക്കെ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ വണ്ടിയിൽ ഇതിൻ്റെ അകത്ത് ഹെഡ്സപ്പ് ഡിസ്പ്ലേ, അതുപോലെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിങ് അടക്കമുള്ള കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സ്പെസിഫിക് വേരിയൻറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ദോ ഇത് അന്നത്തെ 2021 ടോപ്പ് ഓഫ് ദ ലൈൻ ടോപ്പ് സ്പെക് വണ്ടി ആയിരുന്നെങ്കിൽ കൂടി. അതുപോലെ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയാവുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ അകത്തെ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം വേണ്ടിയ കാര്യങ്ങളും മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് മേ ബി ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഷോക്കായിട്ടുള്ള മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളായിരുന്നു ഇതിൻ്റെ അകത്ത് വന്നിരുന്നത്. നമ്മൾ അതിൻ്റെ അകത്തൊക്കെ ഈ വണ്ടിയൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ അകത്തൊക്കെ ഒരു സ്പീക്കേഴ്സിലും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒരു പക്ഷേ ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ആ കാര്യത്തിലൊക്കെ കുറച്ച് ഷോക്കാണ്. പക്ഷേ ഇതിനകത്ത് യൂട്ടിലിറ്റി കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെയൊക്കെ ഡീസൻ്റ് ആയിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് കൂടുതൽ ഗ്ലൗ ബോക്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ മേജറായിട്ട് ഇതിനകത്ത് ഇല്ലാതിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് റിയർ AC വെൻസ് ഫുൾ ഓപ്ഷനിലും അവൈലബിൾ അല്ലായിരുന്നു. അതുപോലെ സൺ റൂഫ്, അങ്ങനത്തെ ആധുനികമായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അത് മിസ്സിങ് ആയിരുന്നു. എന്നാൽ ഇതെല്ലാം ഇത് കഴിഞ്ഞ് വരുന്ന അപ്ഡേറ്റിൽ ഇവർ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ്, മീൻസ് വോളിയം കൺട്രോൾസ്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യാനുള്ള കൺട്രോൾസ്, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം നൈസായിരുന്നു. അതുപോലെ ഇതിൻ്റെ ലെതർ റാപ്പും ഇതുമല്ലൊരു ക്രോമിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് നോച്ചാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊരു ഹാച്ച് ബാക്ക് അല്ല, എന്നാൽ SUV അല്ല ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഇത് വന്നത്. അതുകൊണ്ടായിരിക്കും കോമ്പാക്ട് SUV എന്ന് വിളിക്കുന്നത്. എനിക്ക് SUV എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന SUVകൾ എന്നൊക്കെ പറയുന്നത് ഫോർ എക്സാമ്പിൾ വൺ ഓഫ് ദ ബെസ്റ്റ് SUV എവർ മെയ്ഡ് പജീറോ. ആ പജീറിലൊക്കെ ഇരിക്കുന്നൊരു ഫീൽ നമ്മളതൊന്നും കൺസിഡർ ചെയ്യരുത് കേട്ടോ. സോ പിന്നെ ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള കോമ്പറ്റീറ്ററെ ഞാൻ വിട്ടുപോയത്, എൻ്റെ അടുത്ത് മറന്നുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടായിൻ്റെ വെന്യൂ ആയിരുന്നു. വണ്ടി മുന്നിൽ തന്നെ നടപ്പുണ്ട്, എന്നിട്ട് ഞാനത് മറന്നുപോയി. അതിൽ പറയുന്ന ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ വെന്യൂൻ്റെ കാര്യം, വെന്യൂലും ഈ പറയുന്ന ഒരു അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇനി ഇതിൻ്റെ റിയർ സീറ്റിലേക്കൊന്ന് പോയിട്ട് ഞാനൊന്ന് രണ്ട് കാര്യം പറഞ്ഞു തരാം. റിയർ സീറ്റ് എന്ന് പറയുന്നത് ഡീസൻറ്റ് കംഫർട്ടും ഡീസൻറ്റ് സ്പേസും കാര്യങ്ങളും വരുന്ന ഒരു റിയർ സീറ്റൊക്കെയാണ്. കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ്. അതുപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള നെക്സോണിൻ്റെ കേസ് എടുത്ത് നോക്കുന്നുണ്ട്. നെക്സോൺ കുറച്ചുകൂടി ഒരു കേവായിട്ടാണ് വരുന്നത്. ഒരു കൂപ്പേ പോലത്തെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ചൊരു കൺജഷൻ റിയറിൽ ഫീൽ ചെയ്യും. ഈ പറയുന്ന XUV300 ആണെങ്കിലും അതെ, കുറച്ചൊരു അതിനും ഈ പറഞ്ഞ മാതിരി അതിൻ്റെ സൈസ് കൊണ്ടും റിയർ പോർഷൻ കൊണ്ടും ഒക്കെ ഒരു കൺജഷൻ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അവിടെയൊക്കെ ഈ വണ്ടി നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് വെന്യൂടെ ഡീസലിൽ വന്നിട്ട് അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും കുറച്ച് സ്റ്റിഫ് സൈഡിലാണ് കിടക്കുന്നതെന്ന്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വണ്ടി കംഫർട്ടബിൾ ആണ്. പക്ഷേ എങ്കിലും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മിസ്സിങ് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള, എൻ്റെ ലോങ് ടൈം എക്സ്പീരിയൻസ് എന്നുള്ള, ഏകദേശം ഒരു 10-30 കിലോമീറ്ററിലെ യാത്ര ചെയ്ത് നോക്കേണ്ട എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടയേഴ്സാണ്. ഞാനിപ്പോൾ പറഞ്ഞ 31,000 കിലോമീറ്റർ ഈ മിക്സ്ഡ് കണ്ടീഷൻസിൽ പല രീതിയിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഇനിയും ഈ ടയറും കാര്യങ്ങളൊക്കെ ബാക്കി അത്യാവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ടയർ ലൈഫും കാര്യങ്ങളും അത്യാവശ്യം ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾ 1-2 പ്രാവശ്യം ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വണ്ടി നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും ഒന്ന് കയറ്റി നോക്കാനൊക്കെ, ചില പുൽമേട്ടിൽ കൂടെ ആണെങ്കിലും കുറച്ച് ചില സ്ഥലങ്ങളിലൂടെ കയറ്റാൻ ശ്രമിക്കുന്ന സമയത്ത്
ഈ വണ്ടി അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റത്തെ നമ്മൾ പോളോൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോളോ കയറ്റി വെച്ച സ്ഥലത്തേക്ക് അതേ സെയിം സ്ഥലത്തേക്ക് ഈ വണ്ടി നമ്മൾ കയറ്റാൻ നോക്കി. പക്ഷേ ഇത് കിടന്ന് തെന്നി കളിക്കുക ചെയ്യും. ഇതൊട്ടും പിടിക്കത്തില്ല. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മേ ബി ഇത് പെട്രോൾ ആയതുകൊണ്ട് ഇതിന് വെയിറ്റ് കുറവായതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഡീസൽ ലൈക്ക് 2020 വരെ ഉണ്ടായിരുന്ന ഡീസൽ എഞ്ചിനിൽ കുറച്ചുകൂടി ഒന്ന് പിടിച്ച് കയറുകയൊക്കെ ചെയ്തേക്കാം. പറയുമ്പോൾ ഒരു കോമ്പാക്ട് SUV ആണല്ലോ, പക്ഷേ അത്തരത്തിൽ ഉള്ള ക്വാളിറ്റീസിലും കാര്യങ്ങളിലും എല്ലാം ഇത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഈ വണ്ടി മല കയറി അങ്ങ് മുകളിലെത്തണം, ഓഫ് റോഡ് മൊത്തം അടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ചില നേരം നമ്മൾ ഈസിയായിട്ട് കയറുമെന്ന് വിചാരിക്കുന്ന പലയിടത്തും ഈ വണ്ടി നൈസായിട്ട് അങ്ങ് സ്റ്റക്കായി പോകാറുണ്ട്. അതൊരു പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലെ വെയിറ്റ് കുറവിൻ്റെ ഒക്കെ കൊണ്ടായിരിക്കാം. കാരണം ടയേഴ്സും കാര്യങ്ങളും ഉണ്ട്, എങ്കിലും ചില നേരം ഇത് കിടന്ന് ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കും. സോ അത്രയൊക്കെയാണ് എനിക്ക് ബ്രസേനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളും ഒന്ന് പറയാവുന്നതാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ബോധപൂർവം അത് ഒഴിവാക്കിയായിരുന്നു. ഒരു 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു കഥയൊന്നും ഇല്ലാത്ത ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ വലിയൊരു കഥ തോന്നിയിട്ടില്ല. ഞാൻ ആ ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വരുന്ന വാഹനങ്ങളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഞങ്ങൾ ഓഫാക്കിയിടുക ചെയ്യുക. ഒരു ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനാണ് വന്നുകൊണ്ടിരുന്നത്, അത് ആദ്യം തന്നെ ഓഫ് ചെയ്യുകയാണ് ചെയ്യൽ. സോ അതിൽ 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് വന്നുകൊണ്ടിരുന്നത്. അത് ഓടിക്കാനും വലിയ കഥയൊന്നുമില്ലായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ വന്ന സമയത്ത് 6 സ്പീഡ് ടോൺ കൺവേർട്ടർ വന്നിട്ടുണ്ട്. അതിൽ പാഡൽ ലിഫ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇതൊന്നും ഇല്ലാത്തൊരു ബേസിക് ഗിയർ ബോക്സ് ആയിരുന്നു. മേ ബി നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല അഭിപ്രായങ്ങളോ നല്ല കാര്യങ്ങളോ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ബ്രസേനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പോയിൻറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കൂടാതെ നിങ്ങൾ പ്രീ ഓൺ മാർക്കറ്റിൽ ഈ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ കറണ്ട് ജനറേഷൻ ബ്രസയെക്കാട്ടിലും കുറച്ച് ഫീച്ചേഴ്സൊക്കെ കുറവാണ്. പക്ഷേ ഈ വണ്ടിയാണ് ഓടിക്കാൻ അതിനേക്കാട്ടിലും ബെറ്റർ. കാരണം കാലം എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ റെസ്പോൺസും പെർഫോമൻസും ഒക്കെ അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുന്നിലാണ്. ഈവൻ ദ ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്തേക്കാം. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ എവിടെയാണ് ഇതിന് നല്ല ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്ത് നന്നായി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡ്സിലും പിന്നെ RPM ഒക്കെ പോകുന്ന സമയത്ത് നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് കാണാറുണ്ട്. പക്ഷെ അതെപ്പോഴും നമുക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റിക്കോണം എന്നില്ലല്ലോ. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എൻജിൻ നന്നായിട്ട് റെവ് ചെയ്യും, നന്നായിട്ട് വണ്ടി കയറും. പക്ഷേ അത്ര ഫാസ്റ്ററായിട്ടൊന്നും അല്ല കയറുന്നത്. ടർബോ പെട്രോളൊന്നും അല്ല ഈ വണ്ടി. ഇതിൻ്റെ സെഗ്മെൻറ്റിലെ ബാക്കി വണ്ടികളെല്ലാം തന്നെ ടർബോ പെട്രോൾ. എനിക്ക് തോന്നുന്നു വെന്യൂവിൽ മാത്രമേ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഇല്ലാതെ, വെന്യൂവിൽ ടർബോ പെട്രോൾ ഓപ്ഷനും ഉണ്ട്, ടർബോ പെട്രോൾ ഇല്ലാത്ത ഒരു 1.2 എഞ്ചിൻ വരുന്നത് വെന്യൂവിന് മാത്രമേ ഉള്ളൂ, ഒരു ബേസിക് എഞ്ചിൻ വരുന്നത്. ബാക്കിയെല്ലാം തന്നെ ടർബോ പെട്രോളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കയറിപ്പോയി. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ ടർബോ ലാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കയറിപ്പോയിക്കോളും. സോ അങ്ങനത്തെ ഒരു പെർഫോമൻസ് അല്ല ഇതിനകത്ത് വരിക. നിങ്ങൾ നാച്ചുറലി ആസ്പിറേറ്റഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ്. സോ അത്രയൊക്കെയാണ് ഈ വണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ലോങ് ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ അതിൽ ഒരുപാട് ലോങ് ആവരുതെന്ന് വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണികൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ആളുകളത് വേറെ രീതിയിൽ എടുത്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ഒന്നും ഇപ്പോൾ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക്സും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ കുറച്ചുകൂടി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഹാപ്പനിങ്സും കൂടുതൽ ഫോക്കസും കൂടുതൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണ്. സോ ഇതുവരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ വിത്ത് us ബിക്കോസ് ഇതുവരെയുള്ള ഇഷ്ടംപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് കാണണം എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് and thank you so much. This is Apu Joseph with Fuel Infected Media. Thank you.